അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ലിസാനിലെ 4ാമത്തെ പാഠാണ്. പാഠത്തിന്റെ പേരെന്താണ്? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും പ്രിയപ്പെട്ടത്. ബിലാദി അവ ബലദുൻ ജമ്മ് ബിലാദ്, ബലദ് പറഞ്ഞ നാട് ട്ടോ. അപ്പൊ നാടുകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് ഇലല്ലാഹി, അള്ളാഹുവിന്, നാടുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? മസാജിദുഹ, അവിടുത്തെ പള്ളികളാണ്. ഇതാണ് ഹെഡിങ്ങിന്റെ പേര്. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാല് ജാറ് മജ്റൂർ ആണ്. അഥവാ നമ്മൾ 1ാം പാഠത്തില് മുറബ് എന്ന് പറഞ്ഞാൽ എന്താണ്, മബ്നി എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചു. അതുപോലെ 2ാം പാഠത്തില് മാദി മൻഫി, മാദി മുസ്ബത്ത് അല്ലെ. അപ്പൊ ഫീലിന്റെ മുമ്പ് മാ ഉണ്ടെന്നുണ്ടെങ്കിൽ മാദി മൻഫിയാന്നുള്ളത് ആ രൂപത്തിൽ പഠിച്ചു. അതുപോലെ 3ാം പാഠത്തില് മുലാരി മൻഫിയും മുലാരി മുസ്ബത്തും പഠിച്ചു. മുലാരിന്റെ മുമ്പ് ലാമ് വന്നാല് മുലാരി മൻഫിയാണ്, അല്ലെങ്കിൽ മുസ്ബത്താണെന്നൊക്കെ പഠിച്ചു. ഇനി 4ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ജാറ് മജ്റൂർ എന്നുള്ളത്. നമ്മുടെ പുസ്തകത്തില് ഓരോ വാക്കുകളിലും അഥവാ പച്ചയും ചുവപ്പും കളറിലൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സംഭവം. ഇൻഷാ അല്ലാഹ് പാഠം അർത്ഥം വെച്ചതിന് ശേഷം നമുക്ക് അവസാനം അത് ചർച്ച ചെയ്യാം ട്ടോ. എല്ലാരും പാഠം നോക്കുക. റജഅ യാസിറുൻ മിനൽ മദ്രസത്തി മസാഅൻ. റജഅ മടങ്ങി. ആരാ മടങ്ങിയത്? യാസിറുൻ, യാസിർ മടങ്ങി. മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്ന് യാസിർ മടങ്ങി. മസാഹൻ, വൈകുന്നേരം. അപ്പൊ റജഅ യാസിറുൻ മിനൽ മദ്രസത്തി മസാഅൻ, യാസിർ വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങി. വസല ഇലാ ബൈത്തിഹി. വസല, വസല പറഞ്ഞാൽ എത്തി എന്നിട്ടോ. വസല അവൻ എത്തിച്ചേർന്നു. ഇലാ ബൈത്തിഹി അവന്റെ വീട്ടിൽ. അപ്പൊ വസല ഇലാ ബൈത്തിഹി അവൻ അവന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. വസല്ലമ അല അഹ്ലി ബൈത്തിഹി. വസല്ലമ അവൻ സലാം പറഞ്ഞു. അല അഹ്ലി ബൈത്തിഹി അവന്റെ വീട്ടുകാരുടെ മേൽ. അഹ്ല് പറഞ്ഞാൽ എന്താണ്? കുടുംബം, വീട്ടുകാരട്ടോ. ബൈത്ത് പറഞ്ഞ വീട്. അപ്പൊ വീടിന്റെ അഹ്ലുകാര് പറഞ്ഞാല് വീട്ടുകാരട്ടോ. അപ്പൊ വീട്ടുകാരോട് അവൻ എന്തായി? സലാം പറഞ്ഞു. സുമ്മ തനാവല ഷായ. സുമ്മ പിന്നെന്താക്കിയവന്? സലാം പറഞ്ഞതിന് ശേഷം പിന്നീട് തനാവല ഷായ, തനാവല അവൻ കുടിച്ചു. എന്ത് കുടിച്ചു എന്നാ പറയണ? ഷായ. പിന്നീട് ചായ കുടിച്ചു. ഫസഅൽതുഹു ഉമ്മുഹു. ഫസഅൽതുഹു, സഅലത്തുഹു അവന്റെ ഉമ്മ എന്തായി? അവനോട് ചോദിച്ചു. ഫസഅലത്തുഹു അപ്പോൾ അവനോട് ചോദിച്ചു. ഉമ്മുഹു ആര്? അവന്റെ ഉമ്മ. അപ്പൊ അവന്റെ ഉമ്മ അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? നമ്മളൊക്കെ സ്കൂൾ ഇട്ട് വന്നാല് വീട്ടിൽ എത്തിയാലും നമ്മളമ്മ നമ്മളോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. എന്താ? യാസറിന്റെ ഉമ്മ ചോദിച്ചത്. ഹൽ സൊല്ലൈത്തൽ അസ്റ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഹൽ സൊല്ലൈത്ത, നീ നിസ്കരിച്ചിട്ടുണ്ടോ? അൽ അസ്റ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? അജാബ യാസിർ. അപ്പൊ അജാബ പറഞ്ഞ അജിബ് ഉത്തരം ചെയ്ത മറുപടി കേട്ടോ. അജാബ, അജാബ പറഞ്ഞ മറുപടി പറഞ്ഞു യാസിർ. യാസിർ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? നഅം, അതെ. സൊല്ലൈതു, ഞാൻ നിസ്കരിച്ചു. ഫിൽ മസ്ജിദി, എവിടെ? പള്ളിയിൽ വെച്ച് ഞാൻ എന്തായിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? യാസിർ പറഞ്ഞു. അപ്പൊ വബഅദ കലീലൻ, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട്, വബഅദ എന്ന ശേഷം, കലീൽ എന്ന് പറഞ്ഞ കുറച്ച് ശേഷം, അഥവാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്തായി? കാലത്ത് ഉമ്മുഹു അവന്റെ ഉമ്മ പറഞ്ഞു. യാ ബുനയ്യ, മോനെ, ഇദ്ഹബ് നീ പോവുക. ഇല സൂക്കി, എവിടേക്ക്? അങ്ങാടിയിലേക്ക്. ഇല എന്ന് പറഞ്ഞാല് ലേക്ക്. അപ്പൊ യാ ബുനയ്യ മോനെ, ഇദ്ഹബ് നീ പോവുക. ഇല സൂക്കി അങ്ങാടിയിലേക്ക്. വഷ്തരി, എന്നിട്ട് എന്താ വേണം? വഷ്തരി നീ വാങ്ങുക. എന്താ വാങ്ങണ്ടേ അറിയോ? കീലു അഥവാ 1 കിലോ വാങ്ങണം. എന്ത്? മിനൽ മൽഫൂഫി, കാബേജ്. മൽഫൂഫ് പറഞ്ഞാല് കാബേജ്. അപ്പൊ മിനൽ മൽഫൂഫി കാബേജിൽ നിന്ന് 1 കിലോ നീ വാങ്ങണം. കാബേജ് മാത്രല്ല വാങ്ങാൻ പറഞ്ഞ, പിന്നെന്തും പറഞ്ഞു? നിസ്ഫ കിലോ. നിസ്ഫ് പറഞ്ഞ പകുതി. അപ്പൊ കീലുവിന്റെ പകുതി ആണ് എത്ര? 1 കിലോന്റെ പകുതി എത്ര? അര. അപ്പൊ നിസ്ഫ കീലു എത്ര? 1/2 കിലോ. മിൻ കുൽക്കാസി ചേമ്പിൽ നിന്ന് 1/2 കിലോ വാങ്ങുന്നു. അഥവാ 1/2 കിലോ ചേമ്പും വാങ്ങിക്കോന്ന് പറഞ്ഞെന്തായി? യാസിറിന്റെ മോനെ പീടിക്ക് പറഞ്ഞേക്കാണ്. എന്നിട്ട് പീടിക്ക് പോകുമ്പോ എനിക്കൊരു ഉപദേശം കൊടുക്കണ്ട്. എന്താ കൊടുക്കണെന്ന് നോക്കിങ്ങള്. ഇംഷി, നീ എന്താവണം? നടക്കണം. നീ നടക്കണം. എങ്ങനെ നടക്കണം എന്നാ പറഞ്ഞ? അലായമീനി ഷാരിഹി, റോഡിന്റെ വലത് ഭാഗത്ത് കൂടെ. നീ റോഡിന്റെ വലത് വശം ചേർന്ന് നടക്കണം. നമ്മളോടൊക്കെ പറയില്ലേ, റോഡിന്റെ വലത് ഭാഗത്ത് കൂടി തന്നെ പോണട്ടോ, റോഡിന്റെ നടു കൂടി പോരുത്തി അറിയില്ലേ? അതേമാതിരി യാസിറിന്റെ അമ്മ യാസിറിനോടും പറയാണ്, റോഡിന്റെ വലത് വശം ചേർന്ന് നടക്കണം. എന്നിട്ട് പറയാണ്,
ഇഖ്ഫൽ നീ എന്താവണം സൂക്ഷിക്കണം നുകൂദ നക്കുതും ജമ്മു നുകൂദ് പൈസ പണം നാണയങ്ങള് പണം എന്താവണം സൂക്ഷിക്കണം എങ്ങനെ ഫീ ജൈബിക നിന്റെ കീശയിൽ നിന്റെ പോക്കറ്റിൽ നീ എന്താവണം പണം സൂക്ഷിക്കണം ജയ്തൻ നന്നായിട്ട് വളരെ നന്നായിട്ട് എന്താവണം പണം നിന്റെ പോക്കറ്റിൽ നന്നായി സൂക്ഷിക്കണം എന്ന് പൈസ എന്താവരുത് കളയരുത് പൈസ കളഞ്ഞങ്ങാണ്ട് വരരുത് നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് നീ എന്താവണം മടങ്ങണം മിനസൂക്കി അങ്ങാടിയിൽ നിന്ന് മുസ്രിഅൻ വേഗത്തിൽ അഥവാ വേഗത്തിൽ എന്താവണം അങ്ങാടിന്ന് മടങ്ങണം അങ്ങാടിയിൽ കൂടുതൽ സമയം നിൽക്കരുത് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തായിക്കൊണ്ടു വീട്ടിക്ക് മടങ്ങിക്കൊണ്ടു എന്നർത്ഥം കാലൻ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല പറഞ്ഞ നബിയുന നമ്മുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി പറഞ്ഞു എന്താ പറയണേ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ അഹബ്ബുൽ ബിലാദി നാടുകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഇലല്ലാഹി അഥവാ നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് മസാജിദുഹ അവിടുത്തെ പള്ളികളാണ് നമ്മളെ പാഠഭാഗത്തിന്റെ ഹെഡിങ് തന്നെ കേട്ടോ അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അവിടുത്തെ പള്ളികളാണ് അബ്അസുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ അബ്അസു ഏറ്റവും വെറുപ്പുള്ളത് അബ്അസു പറഞ്ഞ എന്താണ് ഏറ്റവും വെറുപ്പുള്ളത് ബിലാദി നാടുകളിൽ ഏറ്റവും വെറുപ്പുള്ളത് ഇലല്ലാഹി നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ഏതാണ് അസ്വാഖുഹ അവിടുത്തെ അങ്ങാടികളാണ് അപ്പൊ ഇത് പഠിക്കണം നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂൽ എന്താ പറഞ്ഞെന്ന് ചോദിച്ചിട്ടോ അർത്ഥ എഴുതാനൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ നാടുകളിൽ ഏറ്റവും നല്ലതാണ് പള്ളികളാണ് അപ്പൊ പള്ളി കൂടുതൽ നേരം നിന്നോളി അങ്ങാടിയാണ് ഏറ്റവും മോശമായത് ഏറ്റവും വെറുക്കപ്പെട്ടത് അപ്പൊ അവിടെ കുറച്ചു നേരം മാത്രം നിന്നാ മതി എന്നാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പാഠത്തിലെ പ്രവർത്തനങ്ങൾ നോക്കട്ടോ ഇപ്പൊ നമ്മളെ പാഠം വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പാഠം മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതാണ് ജാറ് നെക്കറോ നമുക്ക് വായിക്കാം നെക്കറോ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് കോളത്തിൽ നോക്കി അതുപോലെ മജ്റൂർ എന്നുള്ള കുറെ വാക്കുകളുണ്ട് അവിടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഇസ്മുകളുണ്ട് ഇനി പുറം നോക്കാം നമ്മളെ പുസ്തകത്തിലെ ഫസ്റ്റ് വന്ന വാക്കാണ് മിൻ മദ്രസത്തി അല്ലെ യാസ്റുൻ മിനൽ മദ്രസത്തി വന്നില്ല ആ വാക്കാണ് അവിടെ കാണുന്നത് മിൻ മദ്രസത്തി എന്നുള്ളത് അതില് മിൻ ഉള്ള അതാണ് ജാറ് അതിനുശേഷം വരുന്ന ആ മദ്രസ എന്നുള്ളതിന് പറയണ പേരാണ് എന്തെന്നുള്ളത് മജ്റൂർ അതുപോലെ തന്നെ ഫിൽ മസ്ജിദി എന്നുള്ളടത്ത് അതിൽ ഫീ എന്നുള്ളതിന് പറയുന്ന പേരാണ് ജാറ് എന്നുള്ളത് അത് വന്ന കാരണത്താൽ അതിന്റെ തൊട്ടടുത്ത് വരുന്ന അടുത്ത വാക്ക് ഏതാണ് ഇവിടെ വന്നിക്കണ മസ്ജിദ് അപ്പൊ അതിന് പറയുന്ന പേരാണ് മജ്റൂർ അതിന്റെ അവസാനത്തിൽ എന്താ ചെയ്യാ ജെറ് അതായത് കസ്റാണ് കേട്ടോ അതിന് കൊടുക്കുക ഇനി അടുത്തത് നോക്കി അലൽ അഹ്ലി അല എന്ന് വന്നു അപ്പൊ അതിനെന്ത് പറയും ജാറ് എന്ന് പറയും അലക്ക് ശേഷം എന്താ നമ്മളെ പാഠഭാഗത്ത് അഹ്ലി എന്ന് വന്നില്ലേ അപ്പൊ അതിന് പറയണ പേരാണ് എന്ത് മജ്റൂർ അപ്പൊ ജാർ മജ്റൂർ ഏതൊക്കെയാണ് അലൽ അഹ്ലി ഇനി അടുത്തത് എന്താണ് ഇലസൂക്കി ഇല എന്ന് വന്നു അല്ലെ അപ്പൊ ഇല എന്താണ് ജാറാണ് അതിന് ശേഷം വന്ന സൂക്കി എന്നുള്ള പദം എന്താണ് മജ്റൂറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ മജ്റൂറിന് എപ്പോഴും അവസാനത്തിൽ കെസ്റേക്കാരട്ടോ നോക്കി നിങ്ങള് മദ്രസത്തി മസ്ജിദി അഹ്ലി സൂക്കി നമ്മൾ കുറച്ച് അറഫ് പഠിക്കും ജാറിന്റെ അവിടെ ആ അറഫാള് വന്നാല് അതിനുശേഷം എന്ത് വന്നാലും അതെന്തേക്കാരം മജ്റൂറേക്കാരം അതൊക്കെ നമ്മൾ ഈ പാഠം കഴിയുന്നതിന് മുമ്പായിട്ട് പഠിക്കും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജെറിന്റെ ഹറഫുകളാണ് അതായത് ഹുറൂഫുൽ ജർ നോക്കാം നുലാഹിൽ നമുക്ക് എന്താവാം ശ്രദ്ധിക്കാം ബഅദൻ മിൻ ഹുറൂഫിൽ ജർരി ജറിന്റെ അർഫുകളിൽ നിന്ന് ചില അർഫുകൾ നമുക്ക് ഇപ്പൊ പഠിക്കണ്ടുള്ളൂ നമ്മൾ ചെറിയ കുട്ടികളാണല്ലോ ആർക്ക് എത്തിയിട്ടുള്ളൂല്ലോ അപ്പൊ നമുക്ക് ജറിന്റെ അർഫുകളിൽ നിന്ന് കുറച്ച് അർഫുകൾ മാത്രം പഠിക്കാൻ നോക്കി അതൊക്കെയാണ് അർഫാളെന്ന് മിൻ ഇല ഫി അല അൻ ബി കാഫ് അതുപോലെ ലാമ് എന്ന് പറഞ്ഞാൽ ലീ എന്ന് പറയണ കേട്ടോ വേണ്ടി എന്നുള്ള അർത്ഥത്തിന് വരുന്ന ലാമാട്ടോ ഇത്രയും നമുക്ക് ആകെ പഠിക്കാനുള്ള 8 അറഫ് ഈ 8 അറഫിന് ശേഷം എന്ത് വന്നാലും അതാണ് മജ്റൂർ ഈ 8 അറഫ് എവിടൊക്കെ വന്നിക്കണം അതാണ് എന്ത് എന്നുള്ളത് ജാറ് അങ്ങനെ പഠിച്ചു വെക്കുന്ന നമുക്ക് എന്തേക്കാരം ഒരു പ്രയാസം ഉണ്ടാവില്ല വളരെ സുഖേക്കാരം അഥവാ ഈ 8 അറഫ് എവിടെ വന്നാലും എന്താണ് ജാറാണ് അതിന് തൊട്ടടുത്ത് വരുന്ന വാക്ക് എന്താണ് മജ്റൂർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നോക്കി അടുത്ത് നോക്കിയപ്പോ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് വരും ഹുറൂഫുൽ ജറിന്റെ കുറച്ച് പറയപ്പെട്ട 8 അറഫുകൾ അതിന്റെ ഉദാഹരണങ്ങളോടെ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണില്ല ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാഠത്തിലെ വന്ന അതുപോലെ ഈ അറഫുകൾ വന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
ഇനി നോക്കുക ഇതുണ്ടല്ലേ നക്തഷിഫു നമുക്ക് വെളിവാക്കാം അൽ ജാറ വൽ മജ്റൂറ ജാറ് മജ്റൂർ നമുക്ക് എന്താവാം വെളിവാക്കാം ഫിൽ അംസിലത്തി താലിയ താഴെയുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് വനക്തബുഹുമാ എന്നിട്ട് നമുക്ക് എന്താവാം അത് രണ്ടിനെയും എഴുതാം ഫിൽ ഖാനത്തി ഖാനത്ത് എന്ന് പറഞ്ഞാല് ബോക്സ് അപ്പൊ നമുക്ക് ആ ബോക്സിൽ എഴുതി കൊടുക്കാം ജാറ് എന്നുള്ള ബോക്സിൽ എന്താവാ ജാറിന്റെ അറഫുകൾ എഴുതുക മജ്റൂർ എന്നുള്ള ബോക്സില് മജ്റൂറിന്റെ അറഫുകളും എഴുതുക നോക്കി അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ട് എന്താണ് കതബ ദാരിസു ബിൽ കലം കതബ എഴുതി അദ്ദാരിസു ആര് വിദ്യാർത്ഥി എഴുതി ബിൽ കലം എന്തുകൊണ്ട് പേന കൊണ്ട് വിദ്യാർത്ഥി എഴുതി അപ്പൊ അവിടെ ബി എന്ന് കണ്ടില്ലേ ബി എന്നുള്ളത് നമ്മൾ പഠിച്ച അറഫിലുണ്ടല്ലോ ബാ അപ്പൊ ബി എന്നുള്ളതാണ് ബാ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പൊ ആ ജാറ് എന്നുള്ള കോളത്തിൽ എന്ത് ചെയ്താ ബി എന്ന് എഴുതുക അതിന് ശേഷം തൊട്ടടുത്ത വാക്യേതാ കലം അപ്പൊ അതാണ് മജ്റൂർ അവിടെ കലമീന്ന് എഴുതുക ഇനി അടുത്ത ഉദാഹരണം നോക്കി സഅലൽ മുഅല്ലിമു അനി തിൽമീദി ഇവിടെ നമ്മൾ പഠിച്ച വാക്യം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച 8 ഇങ്ങനെ ചൊല്ലി നോക്കുക അതിൽ ഏതാണ് അന്ന് വന്നിക്കണല്ലേ അപ്പൊ അതാണ് എന്ത് ജാറ് അതിന് ശേഷം തൊട്ടടുത്ത് വന്ന വാക്യം ഏതാണ് തിൽമീദ് അതാണ് എന്ത് എന്നുള്ളത് മജ്റൂർ അടുത്തതാണ് അൽഹംദു ലില്ലാഹി അൽഹംദു സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിനുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചില്ലേ ഏത് വാക്ക വന്നിക്കണേ ലീ എന്നുള്ള വാക്ക് വന്നില്ലേ ലില്ലാഹി എന്നുള്ളടത്ത് ലീ എന്ന് വന്നില്ലേ അപ്പൊ അതാണ് എന്ത് എന്നുള്ളത് ജാറ് അപ്പൊ മജ്റൂർ ഏതേക്കാരം എല്ലാരും പറയും പെട്ടെന്ന് ഏതേക്കാരം അലീക്ക് ശേഷം വന്ന വാക്യതാ ഇല്ലാഹി എന്നുള്ള ഇല്ലാഹി അല്ലേ അപ്പൊ ഇല്ലാഹി എന്നുള്ളത് അള്ളാഹി എന്നുള്ളതാണ് എന്ത് എന്നുള്ളത് മജ്റൂർ കേട്ടോ ഇനി അടുത്ത് നോക്കി അൽ മാലു കല്ലില്ലി ഇത് നമ്മൾ പഠിച്ച വാക്യം ഏതാ വന്നിക്കണേ മാല് നമ്മൾ പഠിച്ച അറഫ് പെട്ടിട്ടില്ലല്ലോ പക്ഷെ കാഫ് ഉണ്ടല്ലോ അവിടെ ലില്ലി എന്നുള്ളതിന്റെ മുമ്പ് അത് നമ്മൾ പഠിച്ച അറഫ് പെട്ടിട്ടില്ലേ അപ്പൊ അതാണ് എന്ത് ജാറ് ആ ജാറിനോട് തൊട്ടടുത്ത് വന്ന വാക്യം ഏതാണ് ലില്ല് അപ്പൊ അതാണ് എന്ത് മജ്റൂർ അപ്പൊ ആ രൂപത്തിൽ പഠിച്ചാൽ നമുക്ക് ഒന്നും കൂടെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ അർത്ഥങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേണ്ടവര് നോക്കിയിട്ട് മനസ്സിലാക്കട്ടോ അടുത്തതാണ് നുക്കമ്മിലു നമുക്ക് പൂരിപ്പിക്കാം അൽ ഫറാഗ വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം മിമ്മ ബൈനൽ കൗസൈനി താഴെ നൽകിയിട്ടുള്ള 2 ബ്രാക്കറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് യോജിച്ചത് കൊണ്ട് നമുക്ക് എന്താവാം പൂരിപ്പിക്കാം അപ്പൊ അവിടെ ഒരുപാട് ജുംലകൾ പറയുന്നുണ്ട് അതില് ജെറിന്റെ അറഫ് കൊടുത്തിട്ടാണ് പൂരിപ്പിക്കേണ്ടത് നമ്മൾ പഠിച്ച ജെറിന്റെ അറഫൊക്കെ അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ യോജിച്ച അറഫ് ഏതാണോ അത് നോക്കിയിട്ടാണ് പൂരിപ്പിക്കേണ്ടത് ഇത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും ചെയ്യാട്ടോ ഒന്നാമത്തെ എന്താണ് അൽ മുഅ്മിനു ഒരു വിശ്വാസി അല്ലെ സത്യവിശ്വാസി യുഅ്മിനു വിശ്വസിക്കുന്നു അല്ലാഹി വൽ യൗമിൽ ആഖിരി അഥവാ അള്ളാഹുവിലും അന്ത്യദിനത്തിലും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും എന്താവുന്നു ഒരു സത്യവിശ്വാസി വിശ്വസിക്കുന്നു എന്നാണ് അപ്പൊ അവിടെ ഏതാണ് യോജിച്ചത് ഏതാണ് അവിടെ ചോദിച്ചത് ബ ആട്ടോ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് ബി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് കൊണ്ട് എന്നാട്ടോ അപ്പൊ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും എന്താവുന്ന ഒരു സത്യവിശ്വാസി വിശ്വസിക്കുന്നു അപ്പൊ അവിടെ ബി ആണ് വരിക കേട്ടോ ബില്ലാഹി അടുത്ത എന്താണ് അൽ മുഅ്മിനു യുഹിബ്ബു ഡാഷ് അഖീഹി മാ യുഹിബ്ബു നഫ്സിഹി അൽ മുഅ്മിൻ ഒരു സത്യവിശ്വാസി ഉണ്ടല്ലോ യുഹിബ്ബൂൻ എന്താവുന്നു ഇഷ്ടപ്പെടുന്നു ആരെ അഖീഹി തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്താ ഇഷ്ടപ്പെടുന്നത് മാ യുഹിബ്ബു നഫ്സിഹി അഥവാ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നു അപ്പൊ ലി അഖീഹി വേണ്ടി എന്നാണ് അവിടെ വരിക കേട്ടോ ലി അഖീഹി അപ്പൊ വേണ്ടി എന്നുള്ളതിന്റെ അറബി എന്താണ് ലീ എന്നാണ് അപ്പൊ ലീ എന്നാണ് അവിടെ പൂരിപ്പിച്ചെടുക്കേണ്ടത് അപ്പൊ ലി അഖീഹി ഇനി അടുത്തതാണ് അബ്അദുൽ ബിലാദി അല്ലെ ഡാഷ് അള്ളാഹി അസ്വാഖു നമ്മുടെ പാഠഭാഗത്തിൽ വന്നത് എന്താണ് ഇലല്ലാഹി അപ്പൊ അവിടെ ഇല എന്നുള്ളതാണ് ട്ടോ വരിക ഇലല്ലാഹി എന്നുള്ളത് അപ്പൊ അള്ളാഹി എന്നുള്ളത് മജ്റൂറും ഇനി അടുത്തതാണ് അൽ മുസ്ലിമു യുസല്ലിമുൽ മുസ്ലിമീൻ അൽ മുസ്ലിമു ഒരു മുസ്ലിം ഉണ്ടല്ലോ യുസല്ലിമു സലാം പറയും അല മുസ്ലിമിൻ മറ്റൊരു മുസ്ലിമിന്റെ മേൽ അപ്പൊ അവിടെ എന്താണ് വരിക അല എന്നാണ് വരിക ആ രൂപത്തിൽ എന്താവുക അത് കാണാതെ പഠിച്ചു വെക്കുക ഇനി അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പ്രയാസമല്ലോ പരീക്ഷയൊക്കെ പൂരിപ്പിക്കാൻ വന്നാൽ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് എല്ലാവർക്കും അറിഞ്ഞതാണ് എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലെ എല്ലാവർക്കും അറിയില്ല മിനശ് ശൈത്വാനിർ റജീം ആണെന്ന് അപ്പൊ അതൊക്കെ എന്താവുക പൂരിപ്പിച്ചു കൊടുക്കുക ഇത് നല്ലേക്കിന് പഠിക്കുക ഈ ഭാഗം പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാണ്ടാവും കേട്ടോ അതിന്റെ അർത്ഥങ്ങളാണ് ഇനി അർത്ഥം സംശയങ്ങളൊക്കെ എല്ലാവരും എന്താവുക ഇത് നോക്കിയിട്ട് അതിന്റെ അർത്ഥങ്ങളും കൂടെ മനസ്സിലാക്കി പഠിക്കുക അടുത്ത പ്രവർത്തനമാണ് നുഅരിബു നമുക്ക് അറബിയിലാക്കാം അപ്പൊ താഴെ നൽകിയിട്ടുള്ളത് അറബിയിലാക്കാനാണ് ഇപ്പൊ 2 രൂപത്തിൽ ഈ സാധനങ്ങൾ അറബിയിലാക്കാൻ പറ്റും ഒന്നാമത്തെ എന്താണ് ഞാൻ മദ്രസയിലേക്ക് പോകുന്നു അപ്പൊ ഞാൻ എന്നുള്ളതിന്റെ അറബി എന്താണ് അന അതെല്ലാവർക്കും അറിയാലോ അല്ലെ മദ്രസന്റെ അറബി എന്താണ് മദ്രസ ലേക്ക് എന്നുള്ളതിന്റെ അറബി എന്താണ് ഇല എന്ന് പറഞ്ഞാൽ എന്താണ് ലേക്ക് അപ്പൊ ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇനി പോകുന്നു എന്നുള്ളതിന് അല്ലെ ദഹബ പോയി അപ്പൊ പോകുന്നു എന്നുള്ളതിന് യദ്ഹബു അപ്പൊ ഞാൻ പോകുന്നു എന്നാവുമ്പോ എങ്ങനെ വരിക എന്ന് പറയോ
ഞാൻ പോകുന്നു എന്ന് എഴുതുമ്പോഴേ ഞാൻ എന്നുള്ളതിന്റെ അറബി അനയാണല്ലോ. അന എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പൊ അതിലെ ആന്ന് എടുക്കുക, എന്നിട്ട് അദ്ഹബു എന്ന് എഴുതുക. അദ്ഹബു ഇലൽ മദ്രസത്തി, ഞാൻ യാ എന്ത് അദ്ഹബു എന്നുള്ളത് യാ മാറ്റിയിട്ട് അദ്ഹബു എന്നാക്കുക. അദ്ഹബു ഇലൽ മദ്രസത്തി, ഞാൻ മദ്രസയിലേക്ക് പോകുന്നു. ഇങ്ങനെ എഴുതാം. ഇനി പ്രയാസാണെങ്കിൽ അന അദ്ഹബു ഇലൽ മദ്രസത്തി എന്നുള്ള രൂപത്തിലും എഴുതാട്ടോ. ഇനി രണ്ടാമത്തതാണ് ഞാൻ പേന കൊണ്ട് എഴുതുന്നു. അപ്പൊ നമുക്ക് അറിയണ അറബിയാള് നോക്കി. ഞാൻ എന്നുള്ളതിന്റെ അറബി എന്താ? അന എന്നാണ് നമ്മൾ പഠിച്ചു. പേനക്ക് കലമ്. കൊണ്ട് എന്നുള്ളതിന് എന്താണ്? ബാ. ബാ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊണ്ട്. എഴുതുന്നു എന്നുള്ളതിന് എന്താ പറയാ? കതബലെ. അപ്പൊ യക്തുബു, യക്തുബു എന്നാണ്. അപ്പൊ നേരത്തെ ഞാൻ പോകുന്നു എന്നുള്ളതിന് ലഹബ യദ്ഹബു എന്നുള്ളത് യാഇനെ മാറ്റി അദ്ഹബു നോക്കിയില്ലേ? അപ്പൊ അതുപോലെ യക്തുബു എന്നുള്ളതിനെ യാഇനെ മാറ്റി അനന്റെ അംസ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ വരിക? അക്തുബു. അക്തുബു ബിൽ കലം, അക്തുബു ഞാൻ എഴുതുന്നു, ബിൽ കലമി പേന കൊണ്ട് ഞാൻ എഴുതുന്നു. അല്ലെങ്കിൽ അന അക്തുബു ബിൽ കലമി. നിങ്ങൾ ഉസ്താദ് ഏതാണോ പറഞ്ഞു നിൽക്കണേ അതാണ് രണ്ട് ആൻസർ പറയണേ, ആ രൂപത്തിൽ എഴുതട്ടോ. അടുത്തതാണ് എന്റെ പുസ്തകം ബാഗിലാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണ്ടേ, എന്റെ പുസ്തകം എന്ന് പറയുമ്പോ അതിന് കിതാബീന്ന് പറയാ, ബാഗിന് എന്താ പറയാ? ഹക്കീബത്ത്. അപ്പൊ ബാഗിൽ അപ്പൊ ക്ലാസ്സിൽ എന്ന് പറയുമ്പോ ഫിസോഫി, അപ്പൊ ബാഗിൽ എന്ന് പറയുമ്പോ ഫിൽ ഹക്കീബത്തി, ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോ ഫിൽ മൈദാനി. അപ്പോ എന്റെ പുസ്തകം ബാഗിലാന്ന് പറയുമ്പോ കിതാബി ഫിൽ ഹക്കീബത്തി. അപ്പൊ ഇനി നമുക്ക് എന്താവാ? എന്റെ പേന ബാഗിലാണെന്ന് എങ്ങനെ പറയാ? കലമീ ഫിൽ ഹക്കീബത്തി. ആ രൂപത്തിൽ എന്താവും? അതിന്റെ അവസാനത്തിൽ ഒരു യാ നീട്ടാനിട്ട് കൊടുക്കട്ടോ. ആ രൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പൊ ഈ അറബിയിലാക്കാനുള്ളതൊക്കെ നല്ലോണം പഠിക്കുക, പരീക്ഷക്കും ഉണ്ടാവും അറബിയിലാക്കാൻ. അതുപോലെ നമ്മളെ പാഠഭാഗങ്ങളിൽ വന്ന ചില വാക്കുകളെക്കാരം എന്താവുക? അറബിയിലാക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ അറബി തന്നിട്ട് അർത്ഥം എഴുതാൻ വേണ്ടി പറയാ. അപ്പൊ ആ രൂപത്തിലൊക്കെ ലിസാന് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ്. മുഫ്രദും ജംഅ് എന്താവാം? നമുക്ക് ശ്രദ്ധിക്കാം. പരീക്ഷക്ക് എന്തായാലും എഴുതാൻ ചോദിക്കട്ടോ. വലതുൻ ജംഅ് ബിലാദുൻ. നമ്മൾ എല്ലാ പാഠത്തിലും വന്നിട്ടുണ്ട് കുറച്ചീച്ചെ, രണ്ടും മൂന്നൊക്കെ ഉള്ളൂ. നിർബന്ധമായി എല്ലാതും പഠിക്കുക. ഏതാണ് പരീക്ഷക്ക് ചോദിക്കാന്ന് പറയാൻ പറ്റൂല. നഖ്ദുൻ ജംഅ് നുഖൂദ്, മസ്ജിദുൻ ജംഅ് മസാജിദ്, സൂഖുൻ ജംഅ് അസ്വാഖ്. അപ്പൊ ജംഅ് കൊടുക്കും എങ്ങനെ? ബിലാദുൻ കൊടുക്കും, എന്നിട്ട് അതിന്റെ മുഫ്രദ് എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതുക? ബലദുൻ. ഇപ്പൊ മസാജിദ് കൊടുത്തിട്ട് മുഫ്രദ് എഴുതാൻ പറഞ്ഞാല് മസ്ജിദ് എന്ന് എഴുതാം. നുഖൂദിന് കൊടുത്തിട്ട് മുഫ്രദ് എഴുതാൻ പറഞ്ഞാല് നഖദ് എന്ന് എഴുതാം. ഇനി നേരെ തിരിച്ച് ബലദിന് കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞാല് ബിലാദ്. ആ രൂപത്തിൽ എല്ലാതും മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നഖ്റഉൽ ആയാത്തി താലിയ. താഴെയുള്ള ആയത്തുകളെ നമുക്ക് എന്താവാം? ഓതാം. വനക്തുബു നമുക്ക് എഴുതാൽ ജാറ വൽ മജ്റൂറ. ജാറ് മജ്റൂറിനെ നമുക്ക് എഴുതാം ഫിൽ ഖാനത്തി, അവിടെ ഈ ബോക്സിൽ നമുക്ക് എഴുതാം. നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലേ, നോക്കാം. കുൽ അഊദു ബിറബ്ബിൽ ഫലക്. അതിൽ നമ്മൾ പഠിച്ച ഏത് വാക്കാണ് വന്നിക്കണത്? നമ്മൾ 8 അക്ഷരങ്ങൾ പഠിച്ചില്ല, അതിൽ ഏതാ വന്നിക്കണേ? കുൽ അഊദു അല്ല, പിന്നെ ഏതാണ്? റബ്ബി നമ്മൾ പഠിച്ചിട്ടില്ല, ഫലക് പഠിച്ചിട്ടില്ല, പിന്നെ ഏതാ പഠിച്ച? ബാ പഠിച്ചില്ല, അതാണ് ബി. അപ്പൊ ജാറാണ്. ജാറ് എന്ന് പറഞ്ഞ ഏതാണ്? അതില് ബാ. അപ്പൊ ജാറിന്റെ കൂട്ടത്തിൽ ബാ എഴുതാ. പിന്നെ അതിന് ശേഷം തൊട്ടടുത്ത വാക്ക് ഏതാ വന്നിക്കണേ? റബ്ബി എന്നല്ലേ. അപ്പൊ അതാണ് എന്ത്? മജ്റൂർ. അത്ര സിമ്പിൾ ആണ് ജാറ് മജ്റൂർ പഠിക്കാൻ കേട്ടോ. ഇനി അടുത്തത് നോക്കി. മിൻ ശർരി മാ ഖലഖ അല്ലേ. അതിൽ നമ്മൾ പഠിച്ച വാക്ക് ഏതാ വന്നിക്കണേ? മാന്ന് നമ്മൾ പഠിച്ചിക്കണോ? ഇല്ല. പക്ഷെ മിന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അതാണ് എന്ത്? ജാറ്. നമ്മളെ 8 അറഫ് പഠിച്ചില്ലേ, അതിൽ മിന്നില്ലേ? അപ്പൊ മിന്നാണ് എന്ത്? ജാറ്. ആ ജാറ് അതിന്റെ തൊട്ട ശേഷം വന്ന വാക്ക് ഏതാണ്? ശരി. അപ്പൊ അതാണ് എന്ത് എന്നുള്ളത്? മജ്റൂർ. ഇനി ഇന്നൽ അബ്റാറ ലഫി നഈം. ഇന്ന നമ്മൾ പഠിച്ച 8 വാക്കിലുണ്ടോ? ഇല്ല. അബ്റാറാന്നുണ്ടോ? ഇല്ല. ലാ എന്നുള്ളത് ലീ ആണ് വരിക എന്ന് ഉസ്താദ് പറഞ്ഞേക്കണല്ലേ. പിന്നെ ഏതാള്ളത്? ഫി. ഫി ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ഫി ആണെന്ത്? ജാറ്. നഈം എന്നുള്ളതാണ്, അതിന് തൊട്ട് ശേഷം വന്ന നഈം എന്നുള്ളതാണ് എന്ത്? മജ്റൂർ. ഇനി അടുത്ത് നോക്കി. അലൽ അറായികി യൻളുറൂൻ. അപ്പൊ അല. അല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ ബാക്കി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അലയാണ് എന്ത്? ജാറ്. ഇതിന് ശേഷം വന്ന വാക്ക് ഏതാ? അറായിക്കി. അപ്പൊ അതാണ് എന്ത്? മജ്റൂർ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അതില് ഫജഅലഹും നമ്മൾ പഠിച്ച വാക്ക് വന്നിക്കണോ? ഇല്ല. കഅസ്ഫിൻ. അതില് കാഫ് അല്ലേ. കാഫ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതാണ് എന്ത് എന്നുള്ളത്? ജാറിന്റെ അർഫ് ഏതാണ്? കാഫ്. അസ്ഫിൻ എന്നുള്ള വാക്കാണ് എന്ത് എന്നുള്ളത്? മജ്റൂർ. ആ രൂപത്തില് വളരെ ഉഷാറായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താവുക? ലിസാന് പഠിക്കുക. അതുപോലെ അടുത്തതാണ് മുഅ്ജം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിന്റെ അവസാനത്തിലെ പാഠത്തിലെ പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങൾ. മൽഫൂഫ് പറഞ്ഞാൽ എന്താണ്? കാബേജ്. നഖ്ദ് എന്ന് പറഞ്ഞാല് നാണയം. ഫുൽക്കാസ് എന്ന് പറഞ്ഞാല് ചേമ്പ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ജാറ് മജ്റൂർ നല്ലോണം മനസ്സിലാക്കുക. അത് പഠിക്കാന് പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ ആ ഒരു 8 അക്ഷരങ്ങൾ ഉണ്ടല്ലോ,
അത് പഠിച്ചാൽ മതി. അത് എവിടെ വന്നിക്കണോ അതാണ് ജാറ്. അതിന് ശേഷം വരുന്ന വാക്കാണ് എന്തെന്നുള്ളത് മജ്റൂർ ആ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കുക. അള്ളാഹു നമുക്ക് ഇൽമ് നല്ല നിലക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ പരീക്ഷയ്ക്ക് നമുക്ക് എളുപ്പമാക്കി തരട്ടെ ഇൻഷാ അള്ളാഹ്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് മനസ്സിലായാൽ കമന്റ് ചെയ്യുക, അതുപോലെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.